നമുക്കിന്നേ ഓണസദ്യയിലേക്കുള്ള വടുകപ്പുളി അച്ചാർ ഉണ്ടാക്കിയാലോ? അപ്പൊ തുടങ്ങല്ലേ? എന്നാ നന്നായി പഴുത്തൊരു വടുകപ്പുളി നാരങ്ങ എടുക്കുക. അതിന്റെ തൊലി കട്ടിയുള്ളതാണെങ്കിൽ ഒന്ന് ചെത്തി കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ തൊലി ചെത്തേണ്ട ആവശ്യമില്ല. കട്ടി കുറവാണെങ്കിൽ വലിയ കയ്പൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ ഇത് നല്ല വടുകപ്പുളി ആയതുകൊണ്ട് ഞാൻ തൊലി കളഞ്ഞിട്ടില്ല. ഇതിന്റെ ഉള്ളിലെ കുരു എല്ലാം നീക്കം ചെയ്യണം. എന്നിട്ട് ഇത് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എന്ന് പറഞ്ഞാൽ ഇത് കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും മിക്സ് ചെയ്തതാണ്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന്, അതായത് മുളക് പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ട് എരിവ് ആവശ്യത്തിന്, നമ്മുടെയൊക്കെ ഒരു എരിവ് അറിയാലോ, അപ്പൊ അത് നോക്കിയിട്ട് അതിലേക്ക് ബാക്കി പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇങ്ങനെ ചേർത്ത് മാറ്റി വെക്കുക, മിക്സ് ചെയ്യരുത്. എന്നിട്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് കായം പൊടിയും ഉലുവാപ്പൊടിയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ഈ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വടുകപ്പുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എനിക്കിവിടെ വടുകപ്പുളിയിലേക്ക് ആ ഒഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ അത് നേരിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ആ ചട്ടിയിലേക്ക് നമുക്കൊരല്പം വിനാഗിരി കൂടി ഒഴിച്ചിട്ട് അതും നമ്മളുടെ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാദിഷ്ടമായ വടുകപ്പുളി അച്ചാർ ഇവിടെ റെഡിയാണ്. അപ്പോൾ 2 ദിവസമൊക്കെ ഇരിക്കുമ്പോൾ ഉപ്പും ഇതൊക്കെ ബാലൻസ് ആവും. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. മറ്റു വീഡിയോ നമുക്ക് ഇനിയും കാണാതെ. ടാറ്റാ.